വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർട്ടിസാൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തയ്യൽ തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക, ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക, താൽക്കാലിക നിയമനങ്ങളുടെ അഴിമതി അവസാനിപ്പിക്കുക, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, തൊഴിലുപകരണങ്ങൾക്ക് വായ്പ അനുവദിക്കുക, വൃദ്ധസദനം ആരംഭിക്കുക, ചികിത്സാ സഹായം നൽകുക, ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും. ആനന്ദവല്ലീശ്വരം ക്ഷേത്ര മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ക്ഷേമനിധി ബോർഡിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് ഇ കാസിം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ തൊഴിലാളികൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ആ പെൻഷൻ എടുക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ ചെയ്യുകയാണോ അതെല്ലാമാണ് ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ രംഗത്തും അവർ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വിജയകരമായിട്ടുള്ള രീതി തന്നെയാണ്. സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നയങ്ങളുടെ ഫലമായി സാമൂഹ്യക്ഷേമ നിധികളുടെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണെന്ന് കാസിം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് B ശശികുമാർ, സെക്രട്ടറി K ശക്തിധരൻ, CP ഭാർഗൻ, K ബാബു, J സുശീലമ്മാൾ, K സോമരാജൻ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.